ബോട്ട് നെക്ക് തയ്ക്കുന്ന സമയത്തെ ഫ്രണ്ടിലെ നെക്ക് ചുളിഞ്ഞ് നിൽക്കുക, ലൂസായിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ബോട്ട് നെക്ക് തയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫ്രണ്ട് നെക്ക് ചുളിഞ്ഞ് നിൽക്കുന്നത്, അതിൻ്റെ കാരണം എന്താണ്, തയ്ക്കുമ്പോൾ നമ്മളത് എന്തൊക്കെ ശ്രദ്ധിക്കണം, തയ്ച്ച ഡ്രസ്സ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ട് നെക്ക് എന്തുകൊണ്ടാണ് ലൂസാവുന്നത്? പൊതുവേ ബോട്ട് നെക്ക് അല്ലെങ്കിൽ കഴുത്തിറക്കം കുറവുള്ള ഡിസൈൻസിലാണ് ഇങ്ങനെയുള്ള പ്രശ്നംസ് നമ്മൾ കണ്ടുവരാറുള്ളത്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തമ്മിലുള്ള മെഷർമെൻറ്റ് വ്യത്യാസം കൊണ്ടാണ്. എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പോകാം. അതായത് ഫ്രണ്ട് നെക്ക് ചെറുതും ബാക്ക് നെക്ക് വലുതുമാണ് മെഷർമെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറയാം. അതായത് സാധാരണ നമ്മൾ നെക്ക് വൈഡ് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക, ഇത് ബാക്കാണെന്നും വിചാരിക്കുക. ഫ്രണ്ടിലെ നെക്കിൻ്റെ വൈഡും ബാക്കിലെ നെക്കിൻ്റെ വൈഡും നമ്മൾ ഒരേപോലെയാണ് ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും എടുക്കാറുള്ളത്, ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഹ്യൂമൻ ബോഡിയുടെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ബാക്കിൽ നമുക്കൊരു പൊന്തിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന വൈഡെന്ന് പറയുന്നത് ഏകദേശം 10 ഇഞ്ചോളം ഉണ്ട്. ഏകദേശം മടക്കി വെക്കുവാണെങ്കിൽ 5, ടോട്ടൽ അയക്കുമ്പോൾ 10 ഇഞ്ച്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതേ വൈഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ നമുക്കൊരു ഷേപ്പുണ്ട്, ഒരു റൗണ്ട് ഷേപ്പ് ബോഡിയിലുണ്ട്. നമ്മുടെ തോളിൻ്റെയും നമ്മുടെ ആ കഴുത്തിൻ്റെയൊക്കെ ആ ഒരു ഹൈറ്റ് വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ ഒരു ഹൈപ്പുണ്ട്. അപ്പം ജസ്റ്റ് ഇത് വെച്ചൊന്ന് ഡെമോ കാണിക്കുവാണ് ഞാൻ. അപ്പോൾ ഇത് നമ്മളെ തോളിൻ്റെ ഒരു ഹൈറ്റ് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒരു ഹൈറ്റ് വ്യത്യാസമുണ്ട്, ഒരു പൊങ്ങലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തോളിൻ്റെ അവിടെയും ഒരു പൊങ്ങിച്ചുണ്ട്. അതേസമയത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, ഫ്ലാറ്റ് ആയിരിക്കും നമ്മുടെ നെക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ നെക്കിൻ്റെ ഈ ഹൈറ്റ് വ്യത്യാസം കൊണ്ട് നമ്മുടെ വൈഡിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ഇവിടെ വരേണ്ട വൈഡ് ഒരു പൊടിക്ക് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ? ഏകദേശം ഒരു 1/2 ഇഞ്ചോളം ഇവിടേക്ക് നമുക്ക് വൈഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തു പറ്റി? ഇവിടെ നല്ല ഫിക്സായി. നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഷേപ്പ് കാരണം ഈ ക്ലോത്ത് കറക്റ്റായിട്ട് പോയി സൂട്ടായിട്ടുണ്ട്. പക്ഷേ ഇനി വരുന്ന പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ. കാണിക്കാവേ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തപ്പോൾ ദാ ഇവിടെ ഇത്രയും ഭാഗത്ത് ലൂസായിട്ട് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇത്രയും ഭാഗം ലൂസായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുത്തുന്ന പ്രശ്നം. ഫ്രണ്ടിലെ വൈഡും ബാക്കിലെ വൈഡും ബോട്ട് നെക്കിൽ ഒരേപോലെ കൊടുക്കരുത്. കണ്ടില്ലേ, നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ വൈഡ് കൊടുത്തപ്പോഴത്തേനും ബാക്ക് കറക്റ്റായിട്ട് പോയി സീറ്റായി. നമ്മുടെ നെക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഷേപ്പ് കാരണം ഈ നെക്ക് കറക്റ്റായിട്ട് പോയി പ്ലേസായി. പക്ഷേ നമ്മൾ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഫ്രണ്ടിൽ ഇവിടെ ഇത് ഫിക്സ് ആയല്ലോ.
ഇവിടുന്ന് ഈ ലൂസ് എല്ലാം കൂടെ വന്ന് ഫ്രണ്ട് നെക്കിലേക്ക് വന്നു. ഓക്കെ, ഇതുകൊണ്ടാണ് നമുക്ക് ലൂസ് വരുന്നത്, ഫ്രണ്ട് നെക്കിൽ ലൂസ് വരുന്നത്. അപ്പം ബാക്ക് ബോഡിയിൽ റൗണ്ട് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷർമെൻറ്റിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഫ്രണ്ട് കുറവും ബാക്ക് കൂടുതലുമാണെന്നുള്ളത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ റൗണ്ടാണേ. ഇവിടെ റൗണ്ട് ബാക്കിൽ കൂടുതലും ഫ്രണ്ടിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിങ്ങിലും ഇതേപോലെ ചെയ്യേണ്ടി വരും. അതായത് ബാക്കിൻ്റെ വൈഡ് എന്താണ് കൂടുതലായിരിക്കണം, ഫ്രണ്ടിൻ്റെ വൈഡ് കുറവായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ചെറുതായിട്ട് പാറ്റേൺ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് നെക്കിനകത്ത് ഫ്രണ്ടിൽ ചുളുക്കം വരുമെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പം ഞാനിവിടെ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെക്കുമ്പോഴത്. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാറ്റേണിൽ ഫ്രണ്ട് പാറ്റേൺ എക്സാക്ട്ലി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ വെച്ചിട്ടുണ്ട്. അതായത് 10 ഇഞ്ചാണ് എനിക്ക് വേണ്ടിയത് വൈഡ്. അപ്പോൾ ആ വൈഡിൽ ഞാൻ ഫ്രണ്ട് ഫാബ്രിക്കിൽ അല്ലെങ്കിൽ ആ പാറ്റേൺ ഒരേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിലെ ഷേപ്പ് കാരണം ആണ് നമുക്ക് ആ ഫ്രണ്ടിലെ ചുളിവ് വരുന്നത്. അപ്പോൾ ചുളിവ് വരാത്ത രീതിയിൽ ഞാനിവിടെ ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഫ്രണ്ടിലെ ചുളിവിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിനെ നമുക്ക് വൈഡ് കൂട്ടിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്, ഫ്രണ്ട് കുറവും ബാക്ക് കൂടുതലുമാണ്. അപ്പം ബാക്ക് കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. വൈഡ്, ഞാൻ ഉദ്ദേശിച്ചത് വൈഡാണ് കേട്ടോ, ലെങ്ത്തുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. വൈഡ് ബോട്ട് നെക്കിൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്, മാക്സിമം 3 ഇഞ്ചൊക്കെ ബോട്ട് നെക്ക് ഡെപ്ത് എടുത്താൽ മതി. അപ്പോൾ അതിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ എന്താ നമ്മുടെ വൈഡിനനുസരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ബാലൻസ് ചെയ്തപ്പോഴത്തേനും ക്ലോത്ത് ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ 10 ഇഞ്ച് വൈഡ് എടുത്തു ഫ്രണ്ടിൽ. ബാക്കിലപ്പോൾ എത്ര എടുക്കണം? ഏകദേശം ഒരു 11 ഇഞ്ചെങ്കിലും എടുക്കണം. അപ്പോൾ പകുതി നോക്കുവാണെങ്കിൽ 5.5 വരും. അപ്പോൾ അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിനേക്കാളും കൂടുതലായിരിക്കണം വൈഡ് ബാക്കിൽ. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ 11 ഇഞ്ച് ബാക്കിലേക്ക് വൈഡ് എടുക്കുവാണ്. അപ്പോൾ 5.5 ആവും പകുതി എന്ന് പറയുമ്പോഴത്തേനും. അപ്പോൾ ആ 1/2 ഇഞ്ച് ഇതാ ഇവിടുന്ന് ഈ നെക്കിൻ്റെ വൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തു, ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. സെയിം പോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ മടക്കിയിട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആവും. അപ്പോൾ ഇവിടെ ഇനി ഡൗട്ട് വരുന്നത്, നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുമല്ലോ. ഇപ്പോൾ ഇത്രയും ഭാഗം പോയി, അതായത് 2.25 വരുന്നുണ്ട് ഇവിടുത്തെ ഷോൾഡർ വിഡ്ത്ത്. ഓക്കെ, ഇവിടുത്തെ സ്ലീവിൻ്റെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം റഫായിട്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2.25 നമുക്ക് ഇവിടുത്തെ വിട്ട് വരുന്നുണ്ട്. സെയിം വിട്ട് തന്നെ ആയിരുന്നു ഇവിടെയും. പക്ഷേ നമ്മൾ ഇവിടെ വൈഡ് കുറച്ചുകൂടെ എക്സ്ട്രാ എടുത്തപ്പോഴേക്കും ഇവിടുത്തെ ഷോൾഡർ വിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2.25 വന്നു, ഇവിടെ 2.25 വന്നു. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 2.25 ഷോൾഡർ വിട്ട് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിവിടെ നല്ല കുറയ്ക്കേണ്ടത് ഇവിടുന്ന് വേണം കുറയ്ക്കാൻ. കൈ സ്റ്റിച്ച് ചെയ്യുമല്ലോ, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നിടത്തുനിന്ന് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ കുഴിച്ച് വെട്ടുമല്ലോ, നമ്മൾ നെക്ക് കുഴിച്ച് വെട്ടുമല്ലോ, അതുപോലെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ബോട്ട് നെക്ക് എന്തുകൊണ്ടാണ് ഫ്രണ്ട് ചുളിഞ്ഞ് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി കാണും. അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം, കാരണം ഞാനിത് പറഞ്ഞ് മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് മാത്രം. ഓക്കെ, പൊതുവേ നമ്മൾ ഒരേപോലെയാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്കിൻ്റെ വൈഡ് എടുക്കാറുള്ളത്, ശരിയാണല്ലോ. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് 9 എടുത്താൽ
ബാക്ക് നെക്കിൻ്റെ വൈഡും അതേ 9 തന്നെയാണ് എടുക്കാറ്. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഷോൾഡറിൽ തയ്ച്ച് വരുമ്പോഴത്തേനും കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. ശരിയാണല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോട്ട് നെക്ക് പോലെയുള്ള നെക്കിൻ്റെ ഡെപ്ത് കുറവുള്ള ഡിസൈൻസിൽ വരുമ്പോഴത്തേനും ഈ നെക്കിൻ്റെ ഈ ഒരു ഷേപ്പ്, അതായത് നെക്കിൻ്റെ ബാക്ക് എപ്പോഴും ഒരു റൗണ്ട് ഷേപ്പായിരിക്കും. നമ്മുടെ തോളിൻ്റെ കഴുത്തിൻ്റെ ഒക്കെ ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലോത്ത് ഇങ്ങനെ വന്ന് പ്ലേസ് ആവും, ഒരു റൗണ്ട് ഷേപ്പിൽ വന്ന് പ്ലേസ് ആവും. അപ്പോൾ നമുക്ക് 10 ഇഞ്ചിൽ നിൽക്കേണ്ട വൈഡ് കുറയും. മനസ്സിലായില്ലേ? 10 ഇഞ്ചിൽ വന്ന് നിൽക്കേണ്ട വൈഡ് അതൊരു 9 ഇഞ്ചായിട്ട് മാറും. ഇങ്ങനെ മാറുന്നത് കൊണ്ട് തന്നെ ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്, അതായത് ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട സാധനം ഇവിടെ വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബൾജിങ് ഈ ഫ്രണ്ട് നെക്കിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ പോയി ഓൾറെഡി പ്ലേസ്ഡായി, ക്ലോത്ത് പോയി പ്ലേസ്ഡായി. പക്ഷേ ഇവിടെ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ നോക്കൂ, നമുക്ക് ഫ്ലാറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പിടുത്തം എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് അത് ലൂസായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടെങ്കിൽ ആ 10 ഇഞ്ച് അങ്ങനെ അങ്ങ് വെക്കുക. പകരം ബാക്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൻ്റെ വൈഡിനെ നമ്മൾ കൂട്ടി കൊടുക്കാം. ഇവിടെ 10 ഇഞ്ച് കൊടുത്തെങ്കിൽ ഇവിടെ 11 ഇഞ്ച് വൈഡ് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ 11 ഇഞ്ച് വൈഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഏറ്റക്കുറച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലെന്നല്ല, അങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ നമ്മൾ കുറച്ച് കൊടുത്ത ഈ വിട്ടുണ്ടല്ലോ, ഈ വൈഡ്, ഇത് നമ്മൾ ഷോൾഡറിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ് ചെയ്യണം? ഇത് നമ്മൾ ഇങ്ങനെ കൈക്കുഴിയായിട്ട് കുഴിച്ചെടുക്കണം. ഇത് തമ്മിൽ ബാലൻസ് ആയിക്കോളൂ കേട്ടോ. ഈ ചുളിവ് നിങ്ങൾ നോക്കണ്ട, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് തമ്മിൽ ബാലൻസ് ആയിക്കോളും. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സീനൊന്നുമില്ല, ഇതിങ്ങനെ കുഴിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സിലാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീവ് അഴിക്കുക, ഷോൾഡർ ജോയിൻ അഴിക്കുക. അതിന് ശേഷം നമ്മൾ ഈ വൈഡില്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് കുറച്ചെടുക്കുക. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ വൈഡ് നിൽക്കുന്നുണ്ടാവുക. ആ വൈഡ് 1/2 ഇഞ്ച് കട്ട് ചെയ്യുക, ബാക്ക്, ഫ്രണ്ടല്ല ബാക്ക്. എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഷോൾഡറിൻ്റെ ഈ ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ ആ ഏറ്റക്കുറച്ചിലുള്ളത് ഈ ഫ്രണ്ടിലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നിടത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാബ്രിക്കിൽ വൈഡ് ക്യാൻവാസിലാണെങ്കിൽ ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.